ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് ഡൂബ് മോട്ടോഴ്സിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാർ മേടിക്കാൻ പോവാണ്. നമ്മൾ ഇന്ന് ഒരു കാറല്ല കേട്ടോ, നമ്മൾ ഇന്ന് ഏകദേശം ഒരു 2-3 കാർ വാങ്ങണ്ട്. എന്നിട്ട് നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ നമ്മൾ ഇനി കാർസ് ഒക്കെ വിൽക്കാൻ നേരത്തുണ്ടല്ലോ, പോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇനി വിൽക്കാൻ പോണേ. അപ്പൊ എല്ലാവരും പറഞ്ഞു അപ്പൊ നമുക്ക് നല്ല പൈസക്ക് അത് മറിച്ച് വിൽക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് എന്തായാലും അത് നോക്കാം ഗൈസ്. അപ്പൊ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുമ്പ് എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചേക്കാം. ഒരു 2K ലൈക്സ് ആണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ്. പിന്നെ ആരെങ്കിലും ചാനൽ സബ് ചെയ്യാണ്ട് വീഡിയോ കണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് സബ് ചെയ്തേക്കുക. അപ്പൊ ഗൈസ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഗൈസ്, ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ടല്ലോ ഏകദേശം $3,09,767 ഉണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോ എൻഡ് ചെയ്യാൻ നേരത്ത് നമ്മുടെ കയ്യിൽ ഏകദേശം എത്രയാണ്, $1,80,000 എങ്ങാണ്ടായിരുന്നു ഉണ്ടായേ. അവിടുന്ന് ഞാനുണ്ടല്ലോ ഗൈസ് ഒരു 5-6 കാർ വാങ്ങിച്ചും നല്ല പ്രോഫിറ്റിൽ മറിച്ച് വിറ്റിട്ടാണ് ഈ ലെവലിൽ എത്തിയത്. സോ ഞാനുണ്ടല്ലോ ആ വാങ്ങിച്ച് വിൽക്കുന്ന വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തായിരുന്നു. ബട്ട് ഞാൻ ആ റെക്കോർഡ് ചെയ്ത് വെച്ച ഫയൽ ഉണ്ടല്ലോ ഫുള്ള് കറപ്റ്റഡ് ആയി പോയി. അതുകൊണ്ടുണ്ടല്ലോ ഗൈസ് ഞാൻ എങ്ങനെയാണ് ഈ ലെവൽ വരെ എത്തിയെന്നുള്ള ഫൂട്ടേജ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. പക്ഷെ കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും ഒരു ഫ്രഷ് സ്റ്റാർട്ട് തുടങ്ങാം കേട്ടോ. നമ്മുടെ കയ്യിൽ കാറൊന്നും ഒരു സ്റ്റോക്കും കിടക്കില്ല കേട്ടോ. സോ നമുക്ക് എന്തായാലും നെയ്ബർഹുഡിൽ പോയേ നമുക്ക് 1-2 കാറ് നല്ല കിടക്കാച്ചി കാർ വാങ്ങാൻ ഗൈസ്. ഇനി നമ്മൾ വാങ്ങുന്ന കാറൊക്കെ ഒള്ളി പ്രീമിയം ലെവൽ കാർസ് ആയിരിക്കും കേട്ടോ. എടാ ഇതൊന്നും പ്രീമിയം കാർ അല്ല, ഇതൊരു പ്രീമിയം കാറാണ് ഗൈസ്. ഇനി നമ്മുടെ ഷോപ്പിന്റെ ലെവൽ മാറി. ഇനി നമ്മൾ ഒള്ളി പ്രീമിയം ആൻഡ് സ്പോർട്സ് കാറാണ് വാങ്ങണുള്ളൂ. ഇത് BMW ഏത് കാറാണ് ഗൈസ്? BMW കൂപ്പേ. നമ്മൾ BMW കൂപ്പേ അത്യാവശ്യം നന്നായിട്ട് ഡീൽ ചെയ്യണയാണ്. നല്ല പൈസക്ക് ഇത് മറിച്ച് വിൽക്കാനും പറ്റും. സോ നമുക്കൊരു $80,000 ഓഫർ ചെയ്ത് നോക്കാം കേട്ടോ. ചേച്ചി എന്ത് പറയണു ഗൈസ്? കിട്ടി $80,000 നമുക്ക് BMW കൂപ്പേ കിട്ടി. അപ്പൊ നമുക്ക് ഇവര് നേരെ റിപ്പയർ ചെയ്യാൻ പറഞ്ഞുവിടാം. ഇനി നമുക്ക് എന്തായാലും ഒരു കാറുകടെ 1-2 കാറുകടെ വാങ്ങാനുള്ള പൈസ ഉണ്ട് ഗൈസ്. അപ്പൊ വേറെ കിടക്കാച്ച് കാറുകടെ കിട്ടുമെന്ന് നോക്കാം ഗൈസ്. അപ്പൊ നമ്മുടെ നെയ്ബർഹുഡിന്റെ ലെവലൊക്കെ കുറഞ്ഞു വരും കേട്ടോ. നമ്മുടെ ഒപ്പം നെയ്ബർഹുഡിനെ കീപ്പ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. നെയ്ബർഹുഡിലുള്ള കാർസിന്റെ ലെവലൊക്കെ കുറഞ്ഞു. നമ്മുടെ ഷോറൂമിന്റെ അന്തസ്സിനുള്ള കാർസ് ഒന്നും നമുക്ക് ഇവിടുന്ന് കിട്ടണില്ല. ആകെ നമുക്കൊരു BMW ആയിട്ട് കിട്ടിയേ. സോ നമുക്ക് എന്തായാലും ആ BMW കൊണ്ട് ഇവിടുന്ന് സ്ഥലം വിടാം. നമുക്ക് നമ്മുടെ BMW നല്ല പൈസക്ക് മറച്ചു വെക്കണം ഗൈസ്. അപ്പൊ ഇവന് ആദ്യം ഒന്ന് റിപ്പയർ ചെയ്തെടുക്കാം. $620 റിപ്പയർ ചെയ്യാൻ. കുഴപ്പമില്ല, റിപ്പയർ ചെയ്തോട്ടെ. ഓക്കെ, നമ്മുടെ BMW റിപ്പയർ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോ നമ്മൾ ഇന്ന് ഒരു കാറല്ലേ വാങ്ങിച്ചോളൂ. അപ്പൊ നമ്മൾ ഈ കാർ ഉണ്ടല്ലോ മാക്സിമം നല്ല റേറ്റിന് മറച്ചു വെക്കാൻ നോക്കണം. സോ ഞാൻ എന്തായാലും ഇതൊന്ന് പെയിന്റ് അടിച്ചിട്ട് നമുക്കൊന്ന് അപ്ഗ്രേഡിങ്ങനെ ചെയ്യാട്ടോ. ഒന്ന് ട്യൂൺ ചെയ്ത് നമ്മുടെ വണ്ടി ഒന്ന് സെറ്റ് ആക്കുക ഇങ്ങനെ ചെയ്യാം. എന്നാലല്ല നമുക്ക് കൂടുതൽ പൈസക്ക് വിൽക്കാൻ പറ്റുള്ളൂ. പെയിന്റ് ബ്ലാക്ക് കളർ പെയിന്റ് അടിച്ചു. എല്ലാവരും പോളിഷ് ചെയ്യാൻ പറയാറുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പോളിഷ് ഇങ്ങനെ ചെയ്യാം. എന്റെ പൊന്നെ, പോളിഷ് ചെയ്യുമ്പോൾ ലുക്ക് നോക്കി. ഇത് ഫുള്ള് കൂട്ടാലോ. ഇത് മാറ്റാന്ന് തോന്നണോ മെറ്റാലിക്. എന്റെ പൊന്നെ, പോളിഷ് ചെയ്യട്ടെ ഗൈസ്. ഇത് ഞാൻ പുറത്തിറക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ലുക്ക് നോക്കിക്കോ. എന്റെ പൊന്നെ, BMW കൂപ്പയുടെ ലുക്ക് വേറെ ലെവല് ഗൈസ്. വേറെ എന്ന് പറഞ്ഞാൽ വേറെ ലെവല്. ഇനി നമുക്ക് ഇവനൊന്നുണ്ടല്ലോ ട്യൂൺ ചെയ്ത് സെറ്റപ്പ് ആക്കാം. എന്തൊക്കെ കേറ്റണം ഗൈസ് ഇവനെ? നമുക്ക് നൈട്രോ കേറ്റാം. ഡ്രിഫ്റ്റ് കിറ്റിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് സസ്പെൻഷൻ ഉണ്ടല്ലോ, അപ്ഗ്രേഡ് ചെയ്യാം കേട്ടോ. അപ്ഗ്രേഡ് ചെയ്തു. ലൈറ്റ് ഒന്നും മാറ്റണ്ട. വീലൊന്ന് മാറ്റാം. വീല് ബ്ലാക്ക് ആക്കാം. എന്നാലല്ലോ ലുക്ക് ഉള്ളൂ. കിട്ടുന്ന സാധനം ഉണ്ടോ നോക്കട്ടെ. ഏതാണ് നല്ലത് ഭ്രാന്ത്? ഇത് കൊള്ളാം, ഇത് മതി. $4,000 ഗൈസ്. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. എടാ രാത്രി, ഓ മൈ ഗോഡ്, എടാ രാത്രി. ഓക്കെ, അപ്പൊ നമുക്കുണ്ടല്ലോ എന്തായാലും നാളെ രാവിലെ വന്നിട്ട് നമ്മുടെ വണ്ടി ഒന്നുണ്ടല്ലോ ഗൈസ് കഴുകി ഒന്ന് സെറ്റപ്പ് ആക്കി എടുത്തിട്ട് നമുക്ക് വിൽക്കാനിടാട്ടോ. നമുക്ക് വണ്ടി ഇനി കറക്റ്റ് ആയിട്ട് ഇവിടെ കയറ്റിയിടാം കേട്ടോ. ഇവിടെ മതിയില്ലേ? മതി. ഓക്കെ, ഇനി നമുക്ക് 2 ഫോട്ടോ ഇങ്ങോട്ട് എടുക്കണം. ക്യാമറ. ഓ സെറ്റ്, BMW കൂപ്പേ. ഇനി വിൽക്കാനിടാട്ടോ. അപ്പൊ നമുക്ക് അതിന് ടൈറ്റില് സൂപ്പർ കാർ എന്ന് കൊടുക്കാം കേട്ടോ. സൂപ്പർ കാർ. നമുക്ക് ഏകദേശം $86,000 ചെലവായിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു $1,00,000 മിനിമം $1,00,000 ഇങ്ങനെ കിട്ടിയാൽ തന്നെ നമുക്ക് ലാഭമാണ്. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു നല്ല പൈസക്ക് കൂട്ടിയിടാൻ. അതുകൊണ്ട് ഞാൻ $3,00,000 ഗൈസ് ഇട്ടേക്കണേ. ഇത് നമ്മുടെ ഓഫീസ് ഓപ്പൺ ചെയ്യാം. ഓക്കെ. ഓ നമ്മുടെ അണ്ണനെ ഇവിടെ നിൽക്കണ്ട കേട്ടോ. എല്ലാവരും പറഞ്ഞു എല്ലാവർക്കും അണ്ണനെ ഭയങ്കര ഇഷ്ടമായി. അണ്ണൻ കണ്ണ് എഴുതിയേക്കണ കാണുമ്പോഴേ. അപ്പൊ എല്ലാവരും അണ്ണനായിട്ട് കണ്ണൊന്ന് കോർത്തോ. എനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അണ്ണനെ ഇഷ്ടപ്പെട്ടതെന്ന്. ഞാൻ എന്തായാലും കുറച്ച് നീങ്ങിക്കട്ടെ. നിങ്ങളുടെ ഇഷ്ടമായി. ഓക്കെ. ഓ ഗൈസ്, ഫസ്റ്റ് കസ്റ്റമർ വന്നിട്ടുണ്ട്. ചേച്ചി, BMW കൂപ്പേ. ചേച്ചിയുടെ അന്തസ്സിന് ചേർന്ന ഒരു കാറാണ്. എടാ $1,30,000. എടാ നമുക്കാകെ $86,000 ചെലവായോളൂ ഗൈസ്. ആകെ ഒരാളാണ് വന്നിട്ടുള്ളൂ. എടാ ഒരാളാണ് വന്നിട്ടുള്ളൂ. വേറൊരാളിങ്ങനെ വന്നിറങ്ങി നമുക്ക് കൂടുതൽ കിട്ടുമെന്ന് നോക്കാറുണ്ടാ. എടാ സെറ്റ്. എന്റെ പൊന്നെ, എടാ ചേച്ചി പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ചേച്ചിയായിട്ട് തന്നെ കച്ചവടം ഉറപ്പിക്കാം. നമുക്ക് ഒരു 1.50 പറഞ്ഞു നോക്കിയാലേ ഗൈസ്. എടാ ഞാനൊരു 1.50 പറഞ്ഞു നോക്കുക കേട്ടോ. അയ്യോ മാറിപ്പോലെ 1.50.
ചേച്ചി എന്ത് പറയണോ? ഗൈസ് $1,50,000 ഞാൻ BMW കൂപ്പെ വിറ്റു. ഗൈസ് നമ്മുടെ BMW സെയിൽസ് ഭയങ്കര ഹൈ ആട്ടോ. നമ്മള് എന്റെ പൊന്ന് എടാ BMW ഇത്ര ഡിമാൻഡ് ഉണ്ടായിരുന്നോ? ഓളിയന്മാര് എടാ 86,000 രൂപ നമുക്ക് ആ കാറിന് ചെലവായുള്ളൂ. ഞാൻ വിറ്റത് $1,50,000. എന്റെ പൊന്നളിയാ. എടാ ഞാൻ കിടിലം ബിസിനസ് ആട്ടോ. ഞാൻ എന്നെ തന്നെ ഓർത്ത് ഞാൻ പ്രൗഡ് ചെയ്യാണ് ഗൈസ്. അണ്ണന് ഞാൻ ബോണസ് പൈസ ഞാൻ വീട്ടിലിട്ട് എത്തിച്ചേക്കാം. എന്റെ പൊന്നെ. ഓ എടാ നമ്മുടെ കാർ മാർക്കറ്റ് ഇപ്പൊ ഓപ്പൺ ആണ് ഗൈസ്. നമുക്കൊരു സൂപ്പർ കാർ വാങ്ങാൻ പറ്റുമോ നോക്കാട്ടാ. നമ്മുടെ $3,74,000 ഉണ്ട്. നോക്കട്ടെ ഇവിടെ ഏത് കാറാണ്? എടാ Audi R8. എടാ Audi R8. സാർ Audi R8 എത്രയാണ്? നടക്കില്ല ഗൈസ്. $6,18,000 വേണം നമുക്ക്. ഇത് ഏതാണ്? ഇത് ഓഡിയുടെ TT ആണ്. Audi TT വേണ്ട അല്ലെ ഗൈസ്. നമ്മൾ ഓൾറെഡി Audi TT ആയിട്ട് ഒത്തിരി ഡീലിങ്സ് നടത്തിയിട്ടുള്ളതല്ല. അതുകൊണ്ട് നമുക്ക് Audi TT വേണ്ട. എനിക്ക് തോന്നലുണ്ടല്ലോ ഇനിയിപ്പോ നമ്മുടെ അന്തസ്സിന് പറ്റിയ വേറെ സ്പോർട്സ് കാർ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. ഇത് ഏതാ? ഇത് കൂപ്പെ തന്നെയാന്ന് തോന്നുന്നു. ഇല്ല, BMW M3 ആണ്. ഞാൻ നോക്കട്ടെ ഗൈസ്. നമ്മുടെ ഷോറൂം നമുക്കൊരു BMW ഷോറൂം ആക്കി മാറ്റിയാലോ? അത് നല്ലൊരു ഐഡിയ എന്ന് തോന്നുന്നു കേട്ടാ. കാരണം നമ്മൾക്ക് ഉണ്ടല്ലോ BMW എവിടെയുണ്ടോ അവിടെ ഐശ്വര്യം ഉണ്ട് ഗൈസ്. നമുക്ക് ഇന്നുണ്ടല്ലോ അല്ലെങ്കിൽ വേണ്ട, നമുക്ക് 3-4 കാർ വാങ്ങിച്ചോണ്ട് പോയി നമുക്ക് നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. ടൊയോട്ടയുടെ ഒരു കാറാട്ടോ ഇത്. $27,000. ചേച്ചി ഒരു $20,000 തരുവാണ്. ഇപ്പൊ എടുക്കുകയാണ്. കിട്ടുമോ? ഓ ഇല്ല 24,000 ലാസ്റ്റ് പ്രൈസ് ആണ് ചേച്ചി. ഇത് കൂടുതൽ തരാൻ പറ്റില്ല ഗൈസ്. കിട്ടി, ടൊയോട്ട കിട്ടി. അപ്പൊ നമുക്ക് ടൊയോട്ട ആദ്യം റിപ്പയർ ചെയ്യാൻ പറഞ്ഞുകൂടാട്ടാ. അപ്പൊ പിന്നെ നമുക്ക് എന്തായാലും BMW M3 കൂടെ വാങ്ങിച്ചേക്കാം. BMW M3ക്ക് എത്രയാണ്? 48,000. നമുക്ക് ആദ്യം ഒരു 40,000 പറഞ്ഞു നോക്കാം. മാക്സിമം 44 വരും പോട്ടെ ഗൈസ്. 2011 മോഡലാണ്. 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഗൈസ്. 40,000 കിട്ടി. അപ്പൊ നമുക്ക് ഇവനെ റിപ്പയർ ചെയ്യാൻ പറഞ്ഞുകൂടാ. അപ്പൊ നമുക്ക് അതിൽ Audi TT കൂടെ വാങ്ങിച്ചേക്കാം. നമ്മൾ മാക്സിമം കാർ വാങ്ങാൻ പോവാണ്. ഒന്നും നോക്കണില്ല. $24,000 മച്ചാനെ. $20,000 താട്ടെ ഗൈസ്. കിട്ടി Audi വാങ്ങിച്ച്. എടാ നമ്മളിന്ന് കാർ മാർക്കറ്റ് കാലിയാക്കാൻ പോവാണ്. ഇനി വേറെ ഏത് വാങ്ങും? വേറെ നല്ല പൈസക്ക് പോകാൻ പറ്റിയ കാറ് ഏതാണുള്ളത്? വേറെ ഈ കാർ നോക്കാട്ടെ. ഇത് ഫോർഡിന്റെ ഏതോ കാറാണ്. അല്ല ഫിയറ്റാ. എന്റെ അളിയന്മാരെ എടാ ഇത് ഏതോ കൂടിയ കാറാന്ന് തോന്നട്ടെ. $2,20,000 ആയിട്ട് ഇതിന് പറഞ്ഞേക്കണേ. എടാ ഈ കാറിന് എന്താണ് സ്പെഷ്യാലിറ്റി? ഫിയറ്റിന്റെ ഇതേതോ ആൻഷ്യന്റ് ആയിട്ടുള്ള എന്തെങ്കിലും സൂപ്പർ കാറാണോടാ? പഴയ മോഡൽ ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരുന്നേ ഗൈസ്. നമുക്ക് ഈ കാർ വാങ്ങിച്ചിട്ട് നല്ല പൈസക്ക് മറിച്ച് വിൽക്കാൻ പറ്റുമോ? നമുക്ക് എന്തായാലും $1,50,000 പറഞ്ഞു നോക്കാട്ടോ. 1976 മോഡൽ കാറാണ്. ഇല്ല അവൻ അത്രയും പൈസക്ക് തരില്ല. $1,90,000 പറഞ്ഞു നോക്കാം ഗൈസ്. കിട്ടി ഗൈസ്. ഫിയറ്റിന്റെ ഈ കാർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എടാ ഇതൊരു ഗാംബ്ലിംഗ് ആയിരുന്നു. ഈ കാർ നല്ല പൈസക്ക് പോകുമെന്ന് എനിക്കൊരു ഉറപ്പില്ല കേട്ടോ. സോ നമുക്ക് ഇവനെയും കൂടെ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ Audi TTയും കൂടെ എടുക്കണം. സോ നമുക്ക് ടോട്ടൽ 4 കാർ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ 4 കാർ ഉണ്ടല്ലോ റിപ്പയർ ചെയ്തിട്ട് നമുക്ക് വീണ്ടും കാണാം ഗൈസ്. അങ്ങനെ നമ്മുടെ 4 കാർ ഇവിടെ റിപ്പയർ ആയി കിട്ടിയിട്ടുണ്ട്. അങ്ങ് അറ്റത്ത് കിടക്കണ Audi TT, ഇത് ഫിയറ്റിന്റെ ഒരു കാറ്, ഇത് BMW M3, ഇത് ടൊയോട്ട. കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ളത് നമ്മൾ വാങ്ങിച്ചതിൽ നൂബ് മോട്ടോഴ്സിന്റെ ചരിത്രത്തിലെ വാങ്ങിച്ചതിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാർ ഇതാട്ടോ. $1,90,000 ഗൈസ് നമ്മൾ ഈ കാർ വാങ്ങിച്ചേ. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ചോദിച്ചായിരുന്നു നിങ്ങളുടെ ഫേവറേറ്റ് കളർ ഏതാണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യേ. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമന്റ് ചെയ്ത കളർ റെഡ് ആണ്. സോ നമ്മൾ ഈ 4 വണ്ടിക്കുണ്ടല്ലോ റെഡ് കളർ അടിക്കാൻ പോവാണ്. പിന്നെ ഒത്തിരി ആൾക്കാർ പറഞ്ഞു കളർ ചെയ്യാൻ നേരത്തെ ഉണ്ടല്ലോ പോളിഷ് ചെയ്യണത്. സോ നമ്മൾ എന്തായാലും ഈ 4 വണ്ടി റെഡ് കളർ ചെയ്ത് പോളിഷ് ചെയ്യാൻ പോവാണ്. ഗൈസ് അങ്ങനെ നമ്മുടെ 4 കാർ റെഡ് കളർ പോളിഷ് ചെയ്ത് നമ്മുടെ ഷോറൂമിന്റെ ഫ്രണ്ടിൽ നിരത്തി ഇട്ടേക്കണ കണ്ട. ചുമ്മാ മത്തി നിരത്തി ഇട്ടേക്കണ നമ്മുടെ കാർസ് 4 കാറുകൾ ഇവിടെ നിരത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ട ഗൈസ്. ലുക്ക് നോക്ക് ഗൈസ്. പോളിഷ് കളർ ചെയ്തപ്പോ വേറെ ലെവല് സാധനം. ഞാൻ ഈ കാർ കഴുകും ചെയ്തു. എല്ലാ വണ്ടിക്കും ഫുൾ ടാങ്ക് പെട്രോളും അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 4 വണ്ടി സെല്ല് ചെയ്യാനിടാം. അതിനു മുമ്പ് നമുക്ക് 4 വണ്ടികളുടെ ഫോട്ടോ എടുക്കണം. ആദ്യം നമുക്ക് Audi TT സേവ്. ഇനി BMW M3 സേവ്. ഇത് നമ്മുടെ ഫിയറ്റിന്റെ കാറ്. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാർ അതാണ്. ലാസ്റ്റ് നമ്മുടെ ടൊയോട്ടയുടെ കാറ്. ഒന്നുകൂടെ എടുക്കട്ടെ. ഓ ശരിയായിട്ടില്ല. എന്നാലും ഇത് മതി ഗൈസ്. ഇത് നമുക്ക് 4 വണ്ടി വിൽക്കാനിടാം. എവിടെ നല്ല പൈസക്ക് വിൽക്കാനുള്ളതാണ്. ആദ്യം നമുക്ക് ടൊയോട്ട നമുക്ക് ടോട്ടൽ എത്ര 25,000 സംതിങ് ആണ് നമുക്ക് ചെലവായേ. അപ്പൊ ഞാൻ എന്തായാലും ടൊയോട്ടയ്ക്ക് ഒരു
$60,000 ഇട്ടേക്കാം ഗൈസ്. നമുക്കൊരു 30,000 വരെ പോയ അടിപൊളിയാലോ, ലാഭമാണ്. സൂപ്പർ കാർ എല്ലാം ഞാൻ സൂപ്പർ കാറിന് ഇടാൻ പോട്ടോ. പുട്ടിറ്റ് ഓൺ സെയിൽ. നെക്സ്റ്റ് BMW M3യുടെ ഫോട്ടോ ഇടട്ടെ. സൂപ്പർ കാർ, അത് തന്നെ സൂപ്പർ കാർ. BMW നമുക്ക് എത്രയാണ്? ആകെ $42,000 ഏകദേശം ചെലവായിട്ടുള്ളൂ. സോ നമുക്കൊരു 2 ലക്ഷം ഇട്ടേക്കാം. എത്ര രൂപയ്ക്ക് പോകുന്നു നമുക്ക് നോക്കാലോ. അടുത്തത് Audi TTയുടെ ഫോട്ടോ ഇതാണ് ഗൈസ്. Audi TT നമുക്ക് ഏകദേശം 22,000 ആണ് ചെലവായിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു 1,25,000 ഇട്ടേക്കാം. 30,000 തന്നെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് ഗൈസ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ഫിയറ്റിന്റെ കാറ്, അൾട്രാ സൂപ്പർ കാറ്. ഇവനെ ടോട്ടല് $1,91,000 നമുക്ക് ചെലവായിട്ടുണ്ട്. സോ നമ്മുടെ ന്യൂ മോട്ടോഴ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രൈസാണ് ഞാൻ ഇടാൻ പോണേ, $6 ലക്ഷം. എടാ അവനൊരു 2-2.5 കിട്ടിയാൽ തന്നെ ലാഭമായിരുന്നു കേട്ടോ. ഷോപ്പ് ഞാൻ ഓപ്പൺ ചെയ്ത് ഗൈസ്, ഇനി വമ്പം കച്ചവടമായിരുന്നു ഗൈസ്. ഷോപ്പ് ഓപ്പൺ ചെയ്തോളൂ. അപ്പത്തേക്ക് ഒരു ചേച്ചി വന്ന് BMW M3 നോക്കാനായിട്ടാ ചേച്ചി വന്നേ. 4 കാറ് സെല് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. നല്ല കച്ചവടം വരും ഗൈസ്. ചേച്ചി കിണ്ണങ്കാച്ചി കാറ്, ചേച്ചിയുടെ അന്തസ്സിന് എന്തായാലും ചേരും. എടാ $65,000. എടാ നമുക്കെങ്ങാണ്ട് $42,000 ചെലവായിട്ടുള്ളൂ. ഒരു 75 ആദ്യം ഞാൻ പറയാണ്. നമുക്കൊരു 70 സെല് ചെയ്ത് വിടാട്ടോ. എന്താണ് ചേച്ചി? ഐ ആം തിങ്കിങ്. എടാ 75,000 രൂപയ്ക്ക് ഞാൻ BMW M3 വിറ്റു. എടാ ഓൾമോസ്റ്റ് ഡബിൾ പ്രൈസ്. ഞാൻ $42,000 നമുക്ക് ചെലവായിട്ടുള്ളൂ ഗൈസ്. ഞാൻ ഈ നാട്ടുകാരെ മൊത്തം പറ്റിച്ച് ഓടി TT വാങ്ങാൻ. ആ ചേച്ചി തന്നെ ചേച്ചി. ഈ Audi TTക്ക് നമുക്ക് എത്രയാണ്? $22,000 ചെലവായിട്ടുള്ളൂ. 33,000 കുഴപ്പമില്ല ഗൈസ്. എന്നാലും നമുക്കൊരു 40 പറഞ്ഞു നോക്കാട്ടോ. ചേച്ചീനെ നമുക്ക് എളുപ്പത്തിൽ പറ്റിക്കാൻ തോന്നുന്നു. $40,000 ഇല്ല ഗൈസ്. ചേച്ചിക്ക് ഒരു 36,000 പറയാം. 36,000 രൂപയ്ക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മുട്ട ലാഭമാണ് ഗൈസ്. വിറ്റു. നമുക്ക് 22,000 ചെലവായുള്ളൂ. നമ്മൾ 36,000 രൂപയ്ക്ക് വിറ്റു. നമ്മുടെ ടൊയോട്ട എടുക്കാനായിട്ട് ഒരു മച്ചാൻ വന്നിട്ടുണ്ട്. ബ്രോ നമുക്ക് എത്ര? ടൊയോട്ടയ്ക്ക് $25,000 ചെലവായിക്കണേ. എടാ ടൊയോട്ട നല്ല ഇതുള്ള കാറാന്ന് തോന്നണേട്ടാ. $50,000. 60,000 തന്നെ പറഞ്ഞു നോക്കാട്ടോ. എന്താണ് മോനെ പറയണേ? കുറച്ച് 55,000 പറഞ്ഞു നോക്കാം ഗൈസ്. എടാ ടൊയോട്ട $25,000 നമ്മളാ വണ്ടി എടുത്തേ. അവന് ഞാൻ $55,000 ഗൈസ്, $55,000 ഞാൻ കൊടുത്ത്. എന്റെ പൊന്നി. എടാ ഇനി നമ്മുടെ ലാസ്റ്റ് ഈ സൂപ്പർ കാറും കൂടി ഉള്ളു ഗൈസ്. മത്തി വിൽക്കണ പോലെ ബാക്കി 3 വിറ്റു. നല്ല ലാഭം എന്ന് പറഞ്ഞാൽ നല്ല ലാഭമായിരുന്നു. ഇനി ഇവന് നമുക്ക് $1,91,000 ചെലവായിരുന്നു. ഇനി ഇവനെ കൂടെ ഒന്ന് വിറ്റ് കിട്ടിയാൽ മതി. സംഭവം സെറ്റാണ്. മിനിമം ഇവനെ ഉണ്ടല്ലോ ഒരു $2,50,000 വിറ്റ് പോവാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഏകദേശം $5 ലക്ഷം ആയേനെ. അപ്പൊ നമുക്കൊരു ഫെറാറി വാങ്ങാനുള്ള പൈസ ചെയ്യാനട്ടോ ഗൈസ്. നമുക്ക് നോക്കാം. അതിനു മുമ്പേ ഞാൻ ഇവനൊന്ന് തേച്ച് മിനിക്ക് വെച്ചേക്കട്ടെ. ആൾക്കാർ വരുമ്പോ പൊടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സീനായിരിക്കുമല്ലോ. ഒരുത്തം വന്നു. എടാ ഇവൻ വന്ന്. നമ്മൾ $6 ലക്ഷം ആയിട്ട കാറിന് ഇട്ടേക്കണേ. ഇവൻ എത്ര ഡോളർ പറയും നോക്കാം. $2,71,000. എടാ നമ്മുടെ ഇപ്പൊ $2,60,000 ഉള്ളത്. അതിനെക്കാട്ടി ഇരട്ടി പൈസ നമ്മൾ ഒറ്റയടിക്ക് ലാഭം ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് $1,91,000 ചെലവായി. എടാ വേറൊരുത്ത കോട്ടിട്ട് വന്നേക്കണു. എടാ ഇവൻ എത്ര ഡോളർ പറയുന്ന നോക്കട്ടെ ഏട്ടാ. സാറിന്റെ ഒരു ബിസിനസ് മീറ്റിങ്ങിനൊക്കെ ഈ കാരണം പോവാണെങ്കിൽ ഒക്കോണം. നിന്റെ ബിസിനസ് മീറ്റിംഗ് $2,40,000. നമുക്ക് ഇവന്റെ അടുത്ത് 3 ലക്ഷം പറഞ്ഞു നോക്കാം ഗൈസ്. ഇവൻ ഏതോ റിച്ച് കിഡാന്ന് തോന്നണ്ട. മണി എടാ ഗൈസ്, ഞാൻ ഈ നാട്ടിലുള്ള എല്ലാവരും പറ്റിച്ച് അവസാനം റിച്ചായി. ഞാൻ ആ കാറ് $3 ലക്ഷം വിറ്റു. എടാ നമുക്കാകെ $1,91,000 കേട്ട കാറിന് ചെലവായിരുന്നുള്ളൂ. എടാ I am proud of myself guys. I am proud of myself. എനിക്ക് ഇപ്പൊ $5,60,000 ഞാൻ ഇവിടുത്തെ നാട്ടുകാർ പറ്റിച്ച് അവസാനം ഞാൻ ഇങ്ങനെ റിച്ചായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പൊന്നെ ഗൈസ്. അപ്പൊ ഇനി വീഡിയോ നീട്ടിക്കൊണ്ടുള്ള ത്രാണി എനിക്കില്ല. ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഗൈസ്. പിന്നെ ചാനൽ സബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുമെങ്കിൽ ചാനൽ ഇങ്ങനെ സബ് ചെയ്യണം ഗൈസ്. പിന്നെ ഒരു കാര്യം, നമ്മളുണ്ടല്ലോ വാട്സാപ്പിൽ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾ വാട്സാപ്പ് ഒക്കെ യൂസ് ചെയ്യണവരാണെങ്കിൽ
എന്തായാലും നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യണം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റും അവിടെ തരുന്നതായിരിക്കും. നമ്മുടെ യൂട്യൂബ് ചാനലായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, കോമൺ ആയിട്ടുള്ള എല്ലാ ഗെയിമിംഗ് അപ്ഡേറ്റും ഞാൻ അവിടെ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ എന്തായാലും നിങ്ങൾ വാട്സാപ്പ് ചാനലുകൾ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക ഗൈസ്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. പീസ് ഔട്ട്.